ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമുക്ക് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലായി ഈദ് എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെ സുദിനമാണ്. എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് മുഅ്മിനീങ്ങളായ സജ്ജനരായ സ്വാലിഹീങ്ങളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാത വിട്ട് അണുകിട സഞ്ചരിക്കാൻ ഒരു മുഅ്മിനോടും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഖുർആൻ ആയത്തിലൂടെ ഇസ്ലാം മതം ഒരിക്കലും ആഘോഷങ്ങളെ എതിർക്കുന്ന മതമായി നിങ്ങൾ കാണേണ്ടതുമില്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് മെസ്സായി തെളിവുകൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള സന്തോഷത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ള സ്നേഹത്തിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്നിട്ടുള്ള റഹ്മത്തിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. അപ്പോൾ എവിടെയാണ് ഇസ്ലാം ആഘോഷങ്ങളെ എതിർക്കുന്നത്? ഒരിക്കലും ഇസ്ലാമിൽ ആഘോഷങ്ങൾക്ക് എതിർപ്പില്ല. ഇസ്ലാം പറഞ്ഞ രണ്ട് ആഘോഷമാണ്, രണ്ട് പെരുന്നാളുകൾ. ഈ പെരുന്നാളുകളിൽ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആഘോഷിക്കേണ്ടത്? ഈ രൂപത്തിലായിരിക്കണം മുസ്ലിം ആഘോഷിക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 വക്ത് നിസ്കാരങ്ങളും ഈമാനികമായ 6 കാര്യങ്ങളും വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം. ഈ ഒരു ചിട്ടയ്ക്ക് ഭംഗം വരുത്താത്ത രൂപത്തിൽ, ഇതിൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് വരാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങളായിരിക്കണം മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത് പോലെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ, അതാ ഒരു സന്തോഷം വരുമ്പോ അതാ ബഹുദൈവ ആരാധകരുടെ ആ ആചാരങ്ങളെ പിൻപറ്റിക്കൊണ്ട് അതിന്റെ പിൻപറ്റി പോകുന്ന യുവതലമുറയുടെ ആഘോഷങ്ങളിലേക്ക്, അത്തരത്തിലുള്ള അധപ്പതനങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകാൻ പാടില്ല. നമ്മൾ കാണാറുണ്ട് ഓരോ പെരുന്നാളിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവാക്കൾ, നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഈ നാട്ടിലെ യുവാക്കളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഏതോ നാട്ടിൽ എവിടെയോ ജീവിക്കുന്ന കുറെ യുവാക്കൾ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഈ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് എന്റെ ഉദ്ദേശവും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചതിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അതാ ഇതാണ് ആഘോഷം, എന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ കാണിക്കുന്ന തരത്തിൽ ഞാൻ ആഘോഷിച്ചെങ്കിൽ മാത്രമേ എന്റെ ഈദാവുകയുള്ളൂ, ആ രൂപത്തിൽ ആഘോഷിച്ചെങ്കിലേ എന്റെ പെരുന്നാളിന് കളർഫുൾ വരികയുള്ളൂ എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആഘോഷം എങ്ങനെയാണ് ഇസ്ലാമിൻ്റെത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ടല്ലാതെ എന്താണ് ഇസ്ലാം കൽപ്പിച്ച ആ ഒരു ആഘോഷം എന്ന് മനസ്സിലാക്കി മാത്രമേ നമ്മൾ ആ ഒരു ആഘോഷങ്ങളിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ. ആദ്യമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അതാ നല്ല സുഗന്ധദ്രവ്യമായ സുഗന്ധങ്ങൾ പൂശി നല്ല പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതാ വീട്ടുകാരോടും നമ്മളെ കുടുംബക്കാരോടും അയൽവാസികളോടും എല്ലാവരോടും സന്തോഷത്തിൽ പെരുമാറിക്കൊണ്ട് അവരോട് ചെയ്യുന്ന കടമകൾ ചെയ്തുകൊണ്ട് അതാ പള്ളിയിലേക്ക് വരികയും അതാ മുഅ്മിനീങ്ങളോട് സന്തോഷ വർത്തമാനങ്ങളിലൂടെ ഇടപെടുകയും അതാ അവരോട് നമ്മളിൽ നിന്ന് വന്നുപോയ വാക്കാലോ പ്രവൃത്തിയാലോ ഉള്ള വിഷയങ്ങൾക്കെല്ലാം പൊരുത്തപ്പെടിക്കുകയും അത്തരത്തിലുള്ള ഒരു പൊരുത്തപ്പെടിക്കലുകളും സന്തോഷങ്ങളും പങ്കിട്ടതിന് ശേഷം നമ്മുടെ കുടുംബത്തിലുള്ള മക്കളും നമ്മുടെ ഭാര്യമാരും അതുപോലെ ഉമ്മമാരും അവരുമായെല്ലാം കൂടി ചേർന്നുകൊണ്ട് അവർക്ക് സന്തോഷം വരുന്ന രൂപത്തിലുള്ള പാട്ടുകളോ അതുപോലെ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള സന്തോഷ പ്രകടനങ്ങളോ നമ്മുടെ വീടുകളുടെ ഉള്ളില് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽവാസികളും ചേർന്നിരുന്നുകൊണ്ട് ചെയ്യുന്നതിന് അല്ല, ആഘോഷം ഇതിലല്ല. പക്ഷേ അതിൽ നിന്നെല്ലാം മറികടന്നു പോയിക്കൊണ്ട് അതാ സിനിമാറ്റിക് ഡാൻസുകളെയും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന തരത്തിലുള്ള ഹറാമായ പേക്കോലങ്ങളുടെ മുഴുവനും ആഘോഷങ്ങളെ പേറിക്കൊണ്ട് ഇതാണ് ഈദ് എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോ അതാണ് ഇസ്ലാമിന് എതിരായ പ്രവർത്തനങ്ങളായി ഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ യുവാക്കള് ഈ പെരുന്നാളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകളെങ്കിലും അതാ എന്റെ സുഹൃത്തുക്കളുമായി കൂടുകയാണ്, അവന് ഞാനൊരു കുപ്പി എടുത്തു കൊടുത്തില്ലെങ്കിൽ എന്ത് പെരുന്നാളാണ്, അങ്ങനെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ മറ്റ് വേണ്ടാത്ത പ്രവർത്തനങ്ങളുടെയും പുറകെ പോകുന്ന ഒരു ആഘോഷം.
അതുപോലെ തന്നെ കുറെ വാഹനങ്ങളും എടുത്തിട്ട് ആ വാഹനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇന്നലെ തന്നെ രാത്രി എനിക്കുണ്ടായിരുന്നു ഇതുപോലെ അനുഭവം. നമ്മുടെ കുറെ ചെറുപ്പക്കാര്, മുസ്ലിം ചെറുപ്പക്കാരാണ്. ഞാൻ രാത്രി എന്റെ ചെറിയ ആവശ്യവുമായി പോയപ്പോ അവര് പെരുന്നാളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടിയിലേക്ക് ആർക്കുല്ലസിച്ച് ഒന്നും രണ്ടും ഒരു വാഹനത്തിൽ പരമാവധി കൊള്ളാവുന്നത് 5 പേര്. ഈ 5 പേരിലും പുറമെ ഒരു ചെറിയ വാഹനത്തില് 8 ഓ 7 ഓ പേര് ഞെരുങ്ങി കുത്തിയിരുന്നുകൊണ്ട് അവർ വലിയ തരത്തിൽ പാട്ടുമിട്ട് അത് ആഹ്ലാദിച്ചുകൊണ്ട് MC റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ച. ഇതും അതാ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആളുകളാണ്. പെരുന്നാളിന്റെ ആഘോഷമാണ്. ഇത്തരത്തില് അവര് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയ വാഹനമാണെങ്കിലും വലിയ വാഹനമാണെങ്കിലും അതിലേക്ക് കുത്തിനെരുങ്ങി അതാ എല്ലാവരെയും പറയിപ്പിക്കുന്ന രൂപത്തിൽ ആളുകളുടെ ചിരിപൊട്ടുമാറും പാട്ടുകളും ഇട്ട് ഉല്ലസിച്ച് ഭൂമി ബഹളം വെച്ചുകൊണ്ട് ജനങ്ങൾക്കും വഴിയിലും മൊത്തവും തടസ്സമായിക്കൊണ്ടുള്ള ഒരു യാത്ര. ഇത് നമ്മുടെ യുവാക്കളിൽ പെരുന്നാളിന്റെ ആഘോഷമായി പെരുകി വരുന്ന ഒരു കാഴ്ച. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ മാറി നിൽക്കണം. നമുക്ക് അനുവദിച്ച സന്തോഷങ്ങൾ, യാത്രകൾ പോകണം, സിയാറത്തുകൾ പോകണം. അത് നാം നമ്മളുടെ അനുവദിച്ച കോലത്തിൽ മാന്യമായ രീതിയിൽ നാം യാത്രകൾ നടത്തണം. അതിൽ നമ്മൾ ആ വാഹനത്തിൽ തന്നെ അനുവദിച്ച കോലത്തിൽ നാം അനുവദിച്ച പാട്ടുകൾ കൊണ്ട് നാം സഞ്ചരിക്കണം. ഈ രൂപത്തിലൊക്കെ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ആരും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല തന്നെ പരിശുദ്ധമായ ഖുർആനിൽ പെരുന്നാളിനെ വേണ്ടി സന്തോഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് നാം കടന്നു പോകാതിരിക്കാൻ വളരെയധികം ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് ആ ഒരു ഓർമ്മ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമ്മുടെ പെരുന്നാൾ? ഒരു മുഅ്മിൻ ആ റമദാൻ അവന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവുക? അവൻ എങ്ങനെയാണോ റമദാനിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, ആ റമദാൻ അതേപടി അവൻ അതിൽ നിന്ന് ഒട്ടും തന്നെ ആ റമദാനിൽ അവൻ ആർജിച്ചെടുത്ത ഊർജവും അതിൽ നിന്ന് അവൻ ഏറ്റെടുത്ത ആത്മീയതയും ഒട്ടും തന്നെ ചോർന്നു പോകാതെ അവന്റെ ആ ഒരു ആത്മീയമായ മുന്നേറ്റത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ കഴിഞ്ഞു പോയ റമദാൻ അത് അവനിക്ക് സ്വീകാര്യമായിരുന്നു എന്ന് മനസ്സിലാവുക. നമ്മൾ റമദാനിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തറാവീഹുകളെല്ലാം നിർവഹിച്ചവരാണ്. അതുപോലെ നോമ്പുകൾ നോറ്റവരാണ്. ഈ നോമ്പ് നോറ്റതിന്റെ അതേ ഒരു ഭാഗമായി നിസ്കരിച്ചതിന്റെ ആ ഒരു തുടർച്ചയായി നമ്മുടെ നിസ്കാരങ്ങളെ നാം കൊണ്ടുപോകാൻ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നിസ്കാരങ്ങൾ